ഇതപ്പൂവിൻ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും കണ്ടു കണ്ടില്ല. എന്റെ ഫോൺ എന്തേടി? അവിടെ എവിടെങ്കിലും കാണും. അവിടെ എവിടെയെങ്കിലും എന്ന് പറഞ്ഞാ ഈ എവിടെയെങ്കിലും കാണും. എന്റെ ഫോൺ ഇപ്പൊ കിട്ടിയിട്ട് ഇച്ചാനെന്ത്? ആലിസ, നിന്നോട് ഞാൻ പറഞ്ഞു സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണമെന്ന്. സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? നിന്റെ സാധനങ്ങളൊക്കെ നീ നോക്കിക്കോളാം അല്ലേ? എന്റെ സാധനങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അത് ഞാൻ നോക്കുന്നുണ്ട്. ഈ ഫോൺ എവിടെ ഇരുന്ന് കിട്ടിയെന്നറിയാമോ? ഇരിക്കുന്നു. എവിടെയായിരുന്നേന്ന് പറ. എവിടെ ഇരുന്നത്? വരാന്തയിലെ ഫിഷ് ടാങ്കിന്റെ അടുത്ത്. ഞാനേ മീനിന് തീറ്റ കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ വെച്ച് മറന്നുപോയതാ. എടി, കള്ളന്മാരുണ്ട് സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്ന ഞാൻ പറഞ്ഞു നാം വായിക്കാത്തിട്ടില്ല. അപ്പോഴേക്കും നീ വരാന്തേ കൊണ്ട് വെച്ചല്ലേ ഫോൺ. ഇതെന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? ഈ പട്ടാപ്പകൽ എവിടെ കള്ളന്മാര് വരാനാ? പട്ടാപ്പകൽ എന്താ എടുത്തോണ്ട് പോയാൽ ആരെങ്കിലും അടിക്കുവോ? ഇതുവഴി ഏതെങ്കിലും ഒരു കള്ളം നടന്നു പോകുന്നു, അയാളൊന്ന് എത്തിച്ചു നോക്കുന്നു മതിലിന്റെ അവിടെ നിന്ന്. അപ്പോഴേക്കും ഈ ഫോണ് ആ ഫിഷ് ടാങ്കിന്റെ അടുത്ത് ഇരിക്കുന്നു. അയാള് കാതോർക്കുമ്പോഴേക്കും അകത്ത് സംസാരം കേൾക്കുന്നു. ഈ കള്ളന് നമ്മൾ രണ്ടുപേരും മാത്രമുള്ള വീടാണെന്ന് അറിയാമെങ്കിലേ ഗേറ്റിന്റെ അവിടെ നിന്ന് 2 സ്റ്റെപ്പ് വെച്ചാൽ മതി ഈ ഫോൺ എടുത്തോണ്ട് അയാൾക്ക് പോവാം. ഒന്നുമില്ലെങ്കിലും നമ്മുടെ എതിർവശത്ത് ആരും ആണോ? ഒരാൾ അതുവഴി നടന്നു പോകുന്നു, അപ്പൊ ഇങ്ങോട്ട് നോക്കുന്നു, 2 സ്റ്റെപ്പ് വെച്ച് അകത്ത് വന്ന് അവർക്ക് ആ ഫിഷ് ടാങ്ക് പൊക്കിക്കൊണ്ട് പോവാലോ. അപ്പോഴോ നീ ഇങ്ങനെ തർക്കുത്തരം പറഞ്ഞ് ജയിക്കാനായിട്ട് എന്തിനാണ് ഈ ശ്രമിക്കുന്നത്? നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം പോയാൽ പോയത് തന്നെയാണ്. ഈ സാധനത്തിന്റെയൊക്കെ വില നിനക്ക് എന്തെന്ന് അറിയാമോ? ഇനി പൈസയുടെ വില അറിയണം, എന്നാലേ ഇതിന്റെയൊക്കെ വില നിനക്ക് മനസ്സിലാവും. അപ്പൊ അതാണ് ഇച്ചായന്റെ പ്രശ്നം. ഇച്ചായന്റെ കയ്യിലെ കാശ് മുടക്കി വാങ്ങിച്ചതാണ് ഈ ഫോൺ. അതാണ് ഇച്ചായന്റെ പ്രശ്നം. അതാണ് ഇച്ചായൻ ഇത്രയും ബഹളം വെച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. ഇച്ചായൻ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചിട്ടാ പറഞ്ഞത്. ആലിസേ, ഈ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി നീ എന്തോരം കിടന്ന് ബഹളം വെച്ചെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നീ ഒരു ദിവസം വന്ന് പറഞ്ഞു എന്റെ ഫോൺ തകരാറായെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞു നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ്. അപ്പൊ നിനക്ക് പറ്റില്ല, നിനക്ക് പുതിയ ഫോൺ കൂടിയേ തീരുള്ളൂ. അങ്ങനെ മേടിച്ചതല്ലേ ഇത്? ഇതിന്റെ വില എന്താണെന്ന് നിനക്ക് അറിയണ്ടേ? ഇത് എന്തോരം പാടുപെട്ടിട്ടാണ് ഞാൻ നിനക്ക് വാങ്ങിച്ചതെന്ന് നീ മനസ്സിലാക്കണ്ടേ? ഇപ്പോഴാണ് എനിക്ക് ഇച്ചായന്റെ ഉദ്ദേശം മനസ്സിലായത്. കള്ളന്മാരല്ല ഇച്ചായന്റെ പ്രശ്നം. ഇച്ചായന്റെ കാശ് മുടക്കി വാങ്ങിച്ചതാണ് ഫോണെന്ന് എല്ലാരെയും അറിയിക്കണം. ഈ ഫോൺ എന്ത് വാങ്ങിച്ചോ അന്ന് തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാ. ഈ ഫോണിന് എത്ര വിലയാന്നറിയോ? ഇതാ ഈ ഫോണിന് എത്ര വിലയെന്ന് വെച്ചാ ഞാൻ അങ്ങ് തന്ന പ്രശ്നം തീരുമല്ലോ. പിന്നെ എനിക്ക് ഈ പഴി കേൾക്കണ്ടല്ലോ. എത്ര രൂപ പറ? എന്തിനാ പറ, അങ്ങ് തന്നേക്കാം. അന്ന് എന്റെ അപ്പച്ചനോട് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ തന്നെ പൈസ ഇട്ട് തരും. നീ അപ്പച്ചനെ വിളിക്കാൻ പോവാ? വിളിച്ചു പറ. എനിക്ക് മാത്രമല്ല നാണക്കേട് നിനക്കുവാ. നാണക്കേട് ഞാൻ റിങ് ചെയ്യുന്നുണ്ട്. ഹലോ അപ്പച്ച, എവിടെയാ? അപ്പച്ച, ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണേ. പിന്നെ അപ്പച്ച, എന്റെ കയ്യില് ഫോൺ കേടായില്ലായിരുന്ന? ഒരു മിനിറ്റ് അപ്പച്ച. അപ്പച്ച, എന്റെ കയ്യില് ഫോൺ കേടായില്ലായിരുന്ന? അപ്പൊ ഇച്ചായൻ എനിക്കൊരു ഫോൺ വാങ്ങിച്ചു തന്നായിരുന്നു കേട്ടാ. ഇപ്പൊ ഇച്ചായൻ പറയുവാണേ ഞാൻ വാങ്ങിച്ചതിനേലും പൈസ കുറവാ ഇപ്പൊ ഈ ഫോണിനെന്ന്. അങ്ങനെയൊക്കെ വരുവോ അപ്പച്ച? അതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ശരി എന്നാ. അപ്പൊ എന്നെ പേടിയുണ്ട്. ഞാൻ സ്നേഹം കൊണ്ട് നീ നാണം കിടണ്ടല്ലോ എന്ന് ചോദിച്ചു പിടിച്ചതല്ലേ? എന്തോ അതെ. ഇനി എന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ വഴക്കുറയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്താ ഞാൻ അപ്പൊ തന്നെ അപ്പച്ചനെ ഒരൊറ്റ കൊളിയും കേട്ടോ. പിന്നെ തേക്കും കാട്ടിൽ പത്രോസാര് ഗുണ്ടയാ? നീ വിളിച്ചു പറഞ്ഞ എനിക്ക് ഉണ്ടയാണടി. പേടിയാണ്.